ഹലോ ഗൈസ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആണിത്. ഞാൻ ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുളത്തിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്രീ ആണല്ലോ. അപ്പൊ ഞാനും അമ്മയും കൂടെ രാവിലെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഉപ്മാവ് കഴിക്കണതിന് മുന്നേ ഞാൻ തലയിൽ നിറച്ച് എണ്ണ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ കുളിക്കാനുള്ളതാ. എല്ലാവർക്കും സൺഡേ ലീവ് ആയതുകൊണ്ട് കുറെ പേര് കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ ആയല്ലോ, അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പോഴും എന്നെ കണ്ടിട്ട് കുളിക്കാത്ത പോലെ. പക്ഷെ ഞാൻ നന്നായി കുളിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്ക്രബാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ, തക്കാളിയും പഞ്ചസാര ഇട്ടിട്ട് ഞാൻ മുഖം കുരച്ച് തേക്കുന്നുണ്ടോ, ഇങ്ങനെങ്കിലും ഒന്ന് വെളുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തൈരും മഞ്ഞളും കൂടിയുള്ള പാക്കാണ് മുഖത്തിടുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് എന്റെ മുഖത്ത് കുറച്ച് കളർ മാത്രം വരില്ല, എന്താണാവും. കാക്ക വിളിച്ചാൽ കൊക്കാവില്ലല്ലോ എന്ന് പറയണ്ട, എനിക്ക് അത്യാവശ്യം നിറമുണ്ട്. അപ്പൊ ഞാൻ പാക്കൊക്കെ ഇട്ട് സെറ്റായ ഒരു കുളിബാസ് ആക്കിയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഞാൻ എന്താ പിന്നെയും കുളിക്കുന്നത്. ഞാൻ വീട്ടിൽ വന്ന് ഒന്നുകൂടെ കുളിച്ചു. നല്ല വെയിലായതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ട് ആദ്യം റെഡി ആവാൻ തുടങ്ങി. മേക്കപ്പ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യണമൊന്നുമില്ല, പക്ഷെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പുതിയതായിട്ട് ആമസോണിൽ കുറച്ച് വരുത്തിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു. പക്ഷെ അമ്മയാണെങ്കിൽ നല്ല ഒച്ചപ്പാടായിരുന്നു, വേഗം പോവാ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാനാണ് അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രാവശ്യം നേരത്തെ റെഡി ആയതുകൊണ്ട് ഭയങ്കര ബഹളം. കാര്യം അതൊന്നുമില്ല, രാവിലെ കുളത്തിൽ പോയിട്ട് ഇപ്പോഴാ എത്തണം ഉച്ചയ്ക്ക്. അപ്പൊ നല്ല വിശപ്പായി. അങ്ങനെ ഞങ്ങൾ നേരെ TNT പോയപ്പോൾ അവർ 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ ഷവായി റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു കോൾഡ് കോഫിയും ഒരു മോമോസും മേടിച്ചു. പക്ഷെ അതിന് മുന്നേ തന്നെ ഷവായി എത്തി. ഞങ്ങൾ അങ്ങനെ പാലക്കാട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് വെസ്റ്റ് സൈഡിലേക്കായിരുന്നു. വെസ്റ്റ് സൈഡ് അഫ്കോഴ്സ് നമുക്ക് അറിയാലോ, പ്രൈസ് കുറച്ച് എക്സ്ട്രാ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട പോലെ അമ്മയ്ക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. രണ്ടും ടാറ്റാക്കാരുടെ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ബാറ്റയിലോട്ട് പോയി. എന്റെ വ്ളോഗ് മുന്നേ കണ്ടവർക്ക് അറിയാം, ഈ ഹീൽസ് ഞാൻ ഒരിക്കൽ വേണ്ട പറഞ്ഞ് ഇട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ അതന്നെ പോയി എടുത്തു. അങ്ങനെ ഞങ്ങൾ ലുലുവിലോട്ട് ലാസ്റ്റ് പോയി കുറച്ച് ആക്സറീസ് ഒക്കെ വാങ്ങിക്കാനായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു കോൾഡ് കോഫി ട്രൈ ചെയ്തു. TNT കോൾഡ് കോഫി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ അത്ര പോരാ.